നമ്മുടെ ശരീരത്തിൻ്റെ വിവിധതരം പ്രവർത്തനങ്ങൾക്കും ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ആവശ്യമായ ഘടകങ്ങളാണ് വിറ്റമിൻസ്. ഇവയെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആയ A, D, E and K, വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ആയ B and C എന്നിങ്ങനെ. മിനറൽസിൽ നിന്ന് വ്യത്യസ്തമായി വൈറ്റമിൻസ് ശരീരത്തിന് നിർമ്മിക്കാൻ കഴിയാത്ത എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ്. അതിനാൽ തന്നെ ആഹാരത്തിലൂടെ വൈറ്റമിൻസ് നമുക്ക് ലഭിക്കേണ്ടവയാണ്. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ലിവറിലും ഫാറ്റി ടിഷ്യൂയിലും സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്നാൽ വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ആയ B and C ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടാറില്ല ആൻഡ് ദേ ആർ എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ചെറിയ തോതിലാണെങ്കിൽ കൂടി ഈ വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. ഇവയുടെ അഭാവം മൂലം വിവിധതരം ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും ഉണ്ടാവുന്നു. വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോളിൻ്റെ അഭാവം മൂലം നിശാന്തത ഓർ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും കെരറ്റോമലേഷ്യയും ഉണ്ടാവുന്നു. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ വീക്ക് ബോൺസിന് കാരണമായ റിക്കറ്റ്സ് എന്ന അസുഖവും അഡൽട്സിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന അസുഖവും ഉണ്ടാവുന്നു. വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം ഇൻഫെർട്ടിലിറ്റിയും നെർവ്, മസിൽ ആൻഡ് വിഷൻ പ്രോബ്ലംസ് ഉണ്ടാവുന്നു. വൈറ്റമിൻ കെയുടെ അഭാവം മൂലം ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സും ഓസ്റ്റിയോപോറോസിസും ഉണ്ടാവുന്നു. തൈമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B1 ബെറിബെറി എന്ന അസുഖത്തിന് കാരണമാകുന്നു. ഇതിനാൽ തന്നെ ബ്രെയിൻ, കാർഡിയോവസ്കുലർ സിസ്റ്റം, ഹാർട്ട് ഉൾപ്പെടെയുള്ളവയ്ക്കൊക്കെ തകരാറ് സംഭവിക്കുന്നു. റൈബോഫ്ലേവിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B2ൻ്റെ അഭാവം മൂലം വായുടെ സൈഡിലൊക്കെ പൊട്ടലുകളും ക്രാക്കുകളുമൊക്കെ ഉണ്ടാകുന്ന അറൈബോഫ്ലാവിയോസിസ് എന്ന അസുഖം ഉണ്ടാകുന്നു. നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B3യുടെ അഭാവം മൂലം പെല്ലഗ്ര എന്ന അസുഖം ഉണ്ടാകുന്നു. പെല്ലഗ്രയുടെ കാർഡിനൽ ഫീച്ചേഴ്സ് 4 Ds ആണ്: ഡെമൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡയറിയ ആൻഡ് ഡെത്ത്. വൈറ്റമിൻ B5 അല്ലെങ്കിൽ പാൻറ്റോഥനിക് ആസിഡിൻ്റെ അഭാവം മൂലം പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ അല്ലെങ്കിൽ ഒരു പാരസ്തീഷ്യ, നംബ്നെസ്, തരിപ്പൊക്കെ അനുഭവപ്പെടുന്നു. വൈറ്റമിൻ B6ൻ്റെ അഭാവം മൂലം അനീമിയ ഉണ്ടാകുന്നു. വൈറ്റമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ്റെ അഭാവം മൂലം വീക്ക് ഹെയർ, വീക്ക് നെയിൽസ്, പുവർ ഹെയർ ഗ്രോത്ത് തുടങ്ങി ബയോട്ടിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു. വൈറ്റമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ അഭാവം മൂലം മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഓറൽ അൾസേഴ്സ്, നംബ്നെസ് ഒക്കെ ഉണ്ടാകുന്നു. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം അസ്കോർബിക് ആസിഡ് ഡെഫിഷ്യൻസി ആയ സ്കർവി എന്ന ഡിസീസ് ഉണ്ടാകുന്നു. തുടർന്ന് ബ്ലീഡിംഗ് ഗംസ്, ലൂസ് ടീത്ത്, വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്നു.